പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹൃദയം നുറുങ്ങി വിളിച്ചപേക്ഷിക്കുന്നത് വളരെ ശക്തിയുള്ളൊരു പ്രാർത്ഥനയാണ്. ജീവിത ഞെരുക്കങ്ങളിൽ നാം തളർന്നിരിക്കരുത്. നാം പ്രത്യാശയോടെ കർത്താവ് ഇടപെടണം എന്ന ആഗ്രഹത്തോടും വലിയ വിശ്വാസത്തോടും കൂടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കണം. ഒരു കുടുംബത്തിൻ്റെ അനുഭവം നമുക്കിപ്പോൾ ശ്രദ്ധിക്കാം. ഞാൻ പെരിന്തൽമണ്ണയിൽ നിന്ന് വരുന്നു. എൻ്റെ പേര് സ്വപ്ന. എൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. LKG UKG ഒക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഇവൾക്ക് പഠിക്കാൻ ഒരക്ഷരം അറിയത്തില്ല. സ്വന്തമായിട്ട് എന്തെങ്കിലും അക്ഷരം തലേ കയറാത്ത ഒരവസ്ഥയായിരുന്നു. അതുമല്ല ഹൈപ്പർ ആക്റ്റീവ് എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലത്തെ കുസൃതിയും ഞാൻ മടുത്തെന്ന് പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു. അതുപോലെ തന്നെ ഇവളുടെ നോട്ട്ബുക്കൊക്കെ കണ്ടിട്ട് അടുത്തുള്ള 1-2 പേരിനോട് പറഞ്ഞു, ഈ കൊച്ചിനെ പഠിപ്പിക്കേണ്ടത് വല്ല സ്പെഷ്യൽ സ്കൂളിലാണ്. ഇവളുടെ പഠിപ്പ് കണ്ടപ്പോൾ ടീച്ചർമാർ പറഞ്ഞു ഇവളെ പഠിപ്പിക്കാൻ പറ്റിയ സ്പെഷ്യൽ സ്കൂളിലേക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ ഒരു അക്ഷരം തലേ കയറാത്ത കുട്ടികൾക്കുള്ള സ്കൂൾ വേറെ ഉണ്ടാവും. കൂടാതെ ഞാൻ ആ സ്കൂളിൽ അധ്യാപിക കൂടി ആയതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഞാൻ ചെന്ന് നോക്കുമ്പോൾ മറ്റെല്ലാ കുട്ടികളും എഴുതുമ്പോൾ ഇവള് വട്ടം വരച്ചുകൊണ്ടിരിക്കുക. റാ വരികളിൽ കൃത്യമായിട്ട് എഴുതാൻ കഴിയുന്നില്ല. 4 ലൈനും 2 ലൈനും ഒന്നും എഴുതുകയില്ല. അപ്പോൾ ഇതൊരു അവസ്ഥ ഞങ്ങൾക്ക് 2 പേർക്കും വളരെ വേദനയാക്കി. എന്നിട്ട് ഞങ്ങൾ ഒരു കാര്യം ചെയ്ത് കോഴിക്കോട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെന്നു. അപ്പോൾ ഡോക്ടറോട് കാര്യം പറയുമ്പോൾ ഡോക്ടർ പറഞ്ഞു മറ്റൊന്നും ചെയ്യാനില്ല, 2 മാസം 2 പേരും ഒരു കാര്യം ചെയ്യുക, കുട്ടിക്ക് വേണ്ടി ഒരു ദിവസം 7 തവണ അക്ഷര ചാർട്ട് ഉണ്ടാക്കിയിട്ട് റിപ്പീറ്റ് ചെയ്ത് പഠിപ്പിക്കുക. സാധാരണ ഒരു കുട്ടിയെ 3 പ്രാവശ്യം പറയേണ്ട സമയത്ത് ഇവൾക്ക് 1000 പ്രാവശ്യമെങ്കിലും പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു. ഇത് ചെറിയൊരു പിഞ്ചു കുഞ്ഞുണ്ട്, വേറെ മൂത്ത കുട്ടി ഏകദേശം ഇതൊക്കെ പ്രായം. എല്ലാം കൂടി ഓർക്കും വീട്ടിലെ കാര്യങ്ങൾ നടക്കുന്നില്ല. ഇവിടെ 1 മിനിറ്റ് പഠിക്കാനും ഇരിക്കുകയില്ല. അങ്ങനത്തെ ഒരു കുസൃതിക്കാരി. എന്നിട്ട് ഞാൻ ജൂൺ മാസത്തിൽ സ്കൂളിൽ കൊണ്ടുപോയി. എന്നിട്ട് ഞാൻ അതിന് മുന്നേ ഞാൻ ഈശോയോട് കരഞ്ഞ്, സെഹിയോൻ നാഥ, ഞാനിവിടെ ഒന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം, എൻ്റെ മകൾ സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കുന്ന അവസ്ഥയിലേക്ക് മാറരുത്. കാരണം ഞാൻ അത്രയും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു. ഈ കുഞ്ഞിനെ ഇങ്ങനെ ആയാൽ വളരെ ബുദ്ധിമുട്ടാണ്. അവർക്ക് അക്ഷരങ്ങളെല്ലാം റായില്ല. ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ കൊണ്ടുപോയി ചേർന്നപ്പോൾ സിസ്റ്ററിനോട് പറഞ്ഞു, ഇതെന്താ റായായിട്ടാണ് ഇവളെല്ലാം എഴുതി വെക്കുന്നത്. മനസ്സിന് അപ്പടി വേദന തോന്നി. ഞാൻ പറഞ്ഞു, എൻ്റെ സെഹിയോൻ നാഥ, നിനക്ക് ഞാൻ എന്താണെങ്കിലും നേർന്ന് അവിടെ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം. പിറ്റേ ദിവസം തന്നെ ഈ കുഞ്ഞ് 4 ലൈനിൽ കൃത്യമായിട്ട് 2 ലൈനിൽ കൃത്യമായിട്ട് ആരും പറയാതെ തന്നെ അവൾ എഴുതാനും നല്ല ക്ലാസ്സിൽ പിറ്റേ ദിവസം തൊട്ട് പിറ്റേ ദിവസം ഈ അമ്മ ഇവിടെ വന്ന് ഹൃദയം നുറുങ്ങി ഒറ്റ പ്രാർത്ഥന. ആരുമില്ല, അവിടുന്ന് സഹായിച്ചില്ലെങ്കിൽ എൻ്റെ കുട്ടി പോകുമെന്ന് പറഞ്ഞ ഒറ്റ പ്രാർത്ഥന. നിസ്സഹായ അവസ്ഥയാണ്, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഞാൻ ഒത്തിരി പറഞ്ഞു കൊടുക്കുന്നു, ഡോക്ടർ ഇങ്ങനെ പറയുന്നു. ഈ അവസ്ഥയിൽ നമുക്കൊന്നുമില്ല. ഞാൻ ഈശോയോട് പറ്റി പരിശുദ്ധ അമ്മയോടും പറഞ്ഞു, അമ്മ ഞാനിവിടെ ഒന്ന് സാക്ഷ്യപ്പെടുത്തിക്കോളാം ഇവളെ കൊണ്ട്. ഇവിടെ ഇപ്പം ഞാൻ നോക്കുമ്പോൾ 1 ലൈൻ ഇവൾ എന്നെ പഠിപ്പിച്ച് തരും, ഇങ്ങോട്ട് ഇങ്ങനെ വൃത്തിയായിട്ട് എഴുതാമെന്ന്.
ആ ഒരു അവസ്ഥയിലേക്ക് വൃത്തിയായിട്ട് എങ്ങനെ എഴുതണം? ഇപ്പൊ കുട്ടി ഇങ്ങോട്ട് പഠിപ്പിക്കുന്ന സ്ഥിതിയായി, അതേപോലെ ക്ലിയർ ആയി. അപ്പൊ അവർക്ക് ഇനി സ്കൂളിൽ നിന്ന് മാറ്റണം എന്ന് പറയുമൊന്നുമില്ലല്ലോ. ഇല്ല, ഒരു കുഴപ്പമില്ല. അവർക്ക് സന്തോഷമായി. എന്താ ചെയ്ത? ഇവിടെ വെള്ളിയാഴ്ച വന്ന് പ്രാർത്ഥിച്ചോ? ശനിയാഴ്ച വന്ന് പ്രാർത്ഥിച്ചോ? വെള്ളിയാഴ്ച മിക്കവാറും ഞങ്ങൾ വരാറുണ്ട്. ജൂൺ മാസത്തില് ഈ മാസം വന്നിട്ടുള്ളൂ. ഈ കഴിഞ്ഞ ജൂണില് ഒരു മാസം മുമ്പ്, ജൂലൈയിലായിട്ടുള്ളൂ. അതെ, ഈ മെയ് മാസം ലാസ്റ്റ് വരെ ഒരു അക്ഷരം എഴുതാൻ പറ്റുന്നില്ലായിരുന്നു. ജൂൺ തുറന്ന് ഒരു ദിവസം സ്കൂളിൽ സിസ്റ്റർ എന്നോട് ഇങ്ങനെ പറഞ്ഞു, പിറ്റേ ദിവസം മുതൽ കൃത്യമായിട്ട് അവളെല്ലാം എഴുതാൻ തുടങ്ങി, വൃത്തിയായിട്ട് നീറ്റായിട്ട്. അയ്യോ യേശുവേ, ഈശോയ്ക്ക് ആ അമ്മയുടെ പ്രാർത്ഥന അപ്പം തന്നെ ദൈവം കേട്ടില്ലേ? ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി കൈയടിച്ച് 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 ഗ്ലോറി ഗ്ലോറി. അനുഗ്രഹത്തിൻ അധിപതിയേ, അനന്തകൃപാ തിരുനദിയേ, അനുഗ്രഹത്തിൻ അധിപതിയേ, അനന്തകൃപാ തിരുനദിയേ, അനുദിനം നിൻ പദഗതിയേ, അടിയനു നിൻ കൃപമതിയേ, അനുദിനം നിൻ പദഗതിയേ, അടിയനു നിൻ കൃപമതിയേ, അടിയനു നിൻ കൃപമതിയേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് കുറച്ചു നേരം യേശുവിനെ ആരാധിച്ച് വചനത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. യേശുവിനെ ആരാധിക്കുന്നിടത്ത്, യേശുവിനെ നാമത്തെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നിടത്ത് അവിടുത്തെ അത്ഭുതകരമായ കരുണയൊഴുകും. രണ്ട് കരങ്ങൾ നന്നായിട്ട് ഉയർത്തി പിടിക്കുക. ക്രൂശിതനായ യേശുവിനെ മനസ്സുകൊണ്ട് ധ്യാനിക്കുക. എത്രമാത്രം ഉച്ചത്തിൽ സ്തുതിക്കാമോ അത്രയും ഉച്ചത്തിൽ ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ജീവൻ കൊടുത്തു എന്നെ അവൻ വീണ്ടെടുത്തു, തന്റെ രക്തം കൊടുത്തു എന്നെ അവൻ സ്വന്തമെടുത്തു. യേശു തന്റെ ജീവൻ കൊടുത്തു എന്നെ അവൻ വീണ്ടെടുത്തു, തന്റെ രക്തം കൊടുത്തു എന്നെ അവൻ സ്വന്തമെടുത്തു. പാപത്തിൽ എന്റെ മേൽ ഭരണമില്ല, ഒരു തിന്മയും എന്നെയും തൊടുകയില്ല. പാപത്തിൽ എന്റെ മേൽ ഭരണമില്ല, ഒരു തിന്മയും എന്നെയും തൊടുകയില്ല. യേശുവിൻ ക്രൂശിലെ പീഡകളാൽ സാത്താനെ ശാസിക്കുന്നു, ശാസിക്കുന്നു. എല്ലാ ദൈവമക്കളും നന്നായി കൈയടിച്ച്, കുടുംബം ഒന്നിച്ച്, ഫാമിലി ഒന്നിച്ച്, മക്കളും മാതാപിതാക്കളും ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുന്നു. ഓ പിതാവേ, യേശുവിനെ ആരാധിക്കുന്ന സമൂഹങ്ങളിലേക്ക് ഇപ്പോൾ അത്ഭുതകരമായി കൃപ വർഷിക്കണമേ. യേശുവിന്റെ അതിപീഡനാൽ എന്റെ രോഗങ്ങളെ എടുത്തു, അവനേറ്റ പീഡകളാ സൗഖ്യത്തിൽ ശക്തി പകർന്നു. യേശു തന്റെ അതിപീഡനാ എന്റെ രോഗങ്ങൾ ഏറ്റെടുത്തു, അവനേറ്റ പീഡകളാ സൗഖ്യത്തിൽ ശക്തി പകർന്നു. രോഗത്തിൽ എന്റെ മേൽ മരണമില്ല, ഇനി ദുരിതങ്ങളില്ല, പതറുകില്ല. രോഗത്തിൽ എന്റെ മേൽ മരണമില്ല, ഇനി ദുരിതങ്ങളില്ല, പതറുകില്ല. യേശുവിൻ ക്രൂശിലെ പീഡകളാലെ രോഗത്തെ ശാസിക്കുന്നു, എന്നേക്കും വിട്ടുപോകാം. രോഗത്തെ ശാസിക്കുന്നു, എന്നേക്കും വിട്ടുപോകാം, എന്നേക്കും അത്ഭുതകരമായ കൃപ ചൊരിയണമേ, അഭിഷേകം ചൊരിയണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു.
പരിശുദ്ധാത്മാവേ, ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ എളിയ ഹൃദയങ്ങളെ അവിടുന്ന് സ്പർശിക്കണമേ. പരിശുദ്ധാത്മാവെ അവിടുന്ന് പഠിപ്പിക്കണമേ. പരിശുദ്ധാത്മാവെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധാത്മാവെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവെ മുറിവേറ്റതിന് അവിടുന്ന് വെച്ച് കെട്ടണമേ. പരിശുദ്ധാത്മാവെ നേർവഴി വിട്ട് വ്യതിചലിച്ചു പോയ ഓരോ ആത്മാക്കളെ അവിടുന്ന് ദൈവവചന വഴിയെ തിരികെ കൊണ്ടുവരണമേ. പരിശുദ്ധാത്മാവെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശിവേ, ആരാധന, ആരാധന. എല്ലാ മക്കളെ ആശീർവദിക്കുന്നു, ഓരോ കുടുംബങ്ങളെ ആശീർവദിക്കുന്നു, ഓരോരുത്തരെ അനുഗ്രഹിക്കുന്നു. ഈശോയുടെ അഭിഷേകം നിറയട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറയട്ടെ. എല്ലാ കലഹങ്ങളും വിട്ടുപോകട്ടെ, സമാധാനങ്ങളും നീങ്ങിപ്പോകട്ടെ, എല്ലാ നിരാശകളും മാറിപ്പോകട്ടെ, ഭയം വിട്ടുമാറിപ്പോകട്ടെ, കൃപാവരം നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ ആരാധന. ഉച്ചത്തിൽ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്ലീസ് ബി സീറ്റഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ് സ്നേഹത്തിന് പകരം സ്നേഹം, രക്തത്തിന് പകരം രക്തം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരുമിച്ച് പറയാം, സ്നേഹത്തിന് പകരം സ്നേഹം, സ്നേഹത്തിന് പകരം സ്നേഹം, രക്തത്തിന് പകരം രക്തം. രക്തത്തിന് പകരം രക്തം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കർത്താവായ യേശു മിശിഹ നമ്മോടുള്ള അതീവ സ്നേഹത്താൽ അവൻ്റെ രക്തം നമുക്ക് വേണ്ടി ചിന്തി. അവൻ നമുക്ക് വേണ്ടി കുരിശിലേക്ക് കയറി പാപപരിഹാര ബലിയായി തീർന്നു. അവൻ്റെ രക്തത്തിൻ്റെ യോഗ്യതയാൽ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മകനും ദൈവത്തിൻ്റെ മകളുമായി ഉയർത്തപ്പെട്ടു. ഒന്ന് ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ 12-ാമത്തെ തിരുലിഖിതം, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവ മക്കളാകാൻ അവൻ കഴിവ് നൽകി. അവൻ്റെ കുരിശ് മരണത്താൽ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മെ അവൻ സ്വർഗത്തോളം ഉയർത്തി. യേശു ക്രിസ്തു എന്ന വ്യക്തിയെ ഞാനും നിങ്ങളും ആത്മാർത്ഥമായി അറിഞ്ഞാൽ പിന്നെ എൻ്റെയും നിങ്ങളുടെ ഉള്ളിൽ ഒരു അഗ്നി, ഒരു സ്നേഹാഗ്നി ജ്വലിക്കാൻ തുടങ്ങും. എനിക്ക് വേണ്ടി രക്തം ചിന്തിയ എൻ്റെ യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി എൻ്റെ രക്തം കൂടി ചിന്തി അവൻ്റെ വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കണം. ഇന്ന് നമ്മുടെ വിശ്വാസത്തിൻ്റെ ലെവല് അത്രയും വളർന്നിട്ടുണ്ടായിരിക്കുകയില്ല. വിശ്വാസത്തിൻ്റെ തോത് ചിലപ്പോൾ ഇച്ചിരി കുറവായിരിക്കും. ഇന്ന് നമ്മൾ യേശുവിലേക്ക് വരുമ്പോൾ നമ്മുടെ വലിയൊരാഗ്രഹം എൻ്റെ എന്തെങ്കിലും കാര്യം നടക്കണം. യേശുവേ, എനിക്ക് ഇന്ന ആവശ്യങ്ങളുണ്ട്, എൻ്റെ കുടുംബത്തിൻ്റെ പ്രശ്നമുണ്ട്, ഒന്ന് മാറി കിട്ടണം. ഇതാണ് ഇപ്പോൾ നമ്മുടെ മനസ്ഥിതി. വിശ്വാസത്തിൻ്റെ ചെറിയൊരു ലെവലാണത്. അവിടുന്ന് ഉയരണം, അവിടുന്ന് വളരണം, അവിടുന്ന് മുന്നോട്ട് പോകണം. അങ്ങനെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ യേശുവിനുള്ള സ്നേഹം കൊണ്ട് കത്തിയിരിക്കുന്നൊരു ഹൃദയം ഉണ്ടാവും. യേശുവിനുള്ള സ്നേഹാഗ്നിജ്വാലയിൽ കത്തി ജ്വലിക്കുന്ന ഹൃദയത്തിൻ്റെ വലിയൊരു ആഗ്രഹമായിരിക്കും സ്നേഹത്തിന് പകരം സ്നേഹം, രക്തത്തിന് പകരം രക്തം. എനിക്ക് വേണ്ടി രക്തം ചിന്തിയ എൻ്റെ യേശുവിനുള്ള സ്നേഹത്തെ പ്രതി, അവൻ്റെ വിശ്വാസത്തെ പ്രതി ഞാൻ എൻ്റെ രക്തം ചിന്തി അവന് സാക്ഷ്യം വഹിക്കും. ഒന്ന് ചെന്ന് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവൻ്റെ അപ്പോസ്തലന്മാർ എല്ലാവരും അതുപോലെ രക്തം ചിന്തി. അതുപോലെ ലക്ഷോപലക്ഷം ആളുകൾ ഇന്ന് യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി തൻ്റെ രക്തം ചിന്താൻ വെമ്പൽ കൊള്ളുകയാണ്. ഒന്ന് ചെന്ന് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു രക്തസാക്ഷിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ്. അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് AD 35 മുതൽ AD 110 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. സ്ലീഹന്മാരുടെ കാലഘട്ടം കഴിഞ്ഞ് ഉടനെ തന്നെ ഉള്ള കാലഘട്ടത്തിലാണ് അന്ത്യോക്യയിൽ വിശുദ്ധ ഇഗ്നേഷ്യസ് ജീവിച്ചിരുന്നത്. അദ്ദേഹം സഭയിലെ ഒരു മെത്രാനായിരുന്നു. അദ്ദേഹം കർത്താവിനുള്ള സ്നേഹം കൊണ്ട് ജ്വലിക്കുന്നൊരു ഹൃദയത്തോടെ കാലഘട്ടത്തിൽ വീരോചിതമായി യേശുവിന് വേണ്ടി സാക്ഷ്യം വഹിച്ചു. റോമൻ ചക്രവർത്തിമാർ വിശ്വാസികളെ വേട്ടയാടുന്ന കാലഘട്ടം. ഇദ്ദേഹം പറഞ്ഞു, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു, ഇതാ ഞാനിവിടെ ഉണ്ട്. അങ്ങനെ റോമൻ പട്ടാളക്കാർ അദ്ദേഹത്തെ പിടികൂടി.
അദ്ദേഹത്തെ റോമിലേക്ക് ബന്ധനസ്ഥനായി കൊണ്ടുപോവുകയാണ്. അദ്ദേഹത്തെ ഒരുപാട് തടങ്കലിലിട്ട് മർദ്ദിച്ചു. അദ്ദേഹത്തെ കാരാഗൃഹത്തിൽ ഒരുപാട് പീഡിപ്പിച്ചു. അതിനുശേഷം കരയിലൂടെയും കടലിലൂടെയും നടത്തിയും കപ്പലിലുമായി അദ്ദേഹത്തെ റോമിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹത്തെ റോമിലേക്ക് കൊണ്ടുപോകുമ്പോൾ 10 പട്ടാളക്കാരുടെ ഒരു പ്രത്യേക കാവലിലാണ് അദ്ദേഹത്തെ റോമിലേക്ക് കൊണ്ടുപോയത്. ഈ 10 പട്ടാളക്കാരെ കുറിച്ച് അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് പറഞ്ഞങ്ങനെയാണ്: 10 പുള്ളിപ്പുലികൾ. കൂടുതൽ സ്നേഹത്തോടെ, എത്ര കൂടുതൽ സ്നേഹത്തോടെ അവരോട് പെരുമാറുന്നുവോ അത്രയും കൂടുതൽ ക്രുദ്ധരായി മാറുന്ന 10 പുള്ളിപ്പുലികളുടെ നടുവിലാണ് ഈ അന്ത്യോക്യയിലുള്ള വിശുദ്ധ ഇഗ്നേഷ്യസിനെ റോമിലേക്ക് കൊണ്ടുപോയത്. റോമിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നതിന് ഒറ്റ ഉദ്ദേശമുള്ളൂ. റോമിൽ ചെല്ലുമ്പോൾ അവിടെ കൊളോസിയമുണ്ട്. ആ കൊളോസിയത്തിൽ വിശന്നു പോരുന്ന സിംഹങ്ങളുണ്ട്. ആ സിംഹങ്ങളുടെ നടുവിലേക്ക് ഈ അന്ത്യോക്യയിലുള്ള വിശുദ്ധ ഇഗ്നേഷ്യസിനെ വലിച്ചെറിയണം. ആ സിംഹങ്ങൾ ഇഗ്നേഷ്യസിനെ പിച്ച് ചീന്തി കളയണം. ആ ഒരു പ്രതികാരദാഹത്തോടെയാണ് റോമൻ ചക്രവർത്തി അന്ത്യോക്യയിൽ നിന്ന് വിശുദ്ധ ഇഗ്നേഷ്യസിനെ റോമിലേക്ക് കൊണ്ടുപോകുന്നത്. റോമിലേക്ക് കൊണ്ടുപോകുന്ന മധ്യേ അദ്ദേഹം തൻ്റെ വിശ്വാസികൾ വഴി, തൻ്റെ അനുയായികൾ വഴി റോമിലുള്ള വിശ്വാസികൾക്ക് അദ്ദേഹം ഒരു കത്ത് കൊടുത്തു വിടുന്നുണ്ട്. നമ്മുടെ വിശ്വാസം വളർന്നില്ലെങ്കിൽ എന്നെ ഒന്ന് രക്ഷിക്കണേ, എനിക്കൊരു അപകടം വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഇങ്ങനെയുള്ളൊരു മെൻറ്റാലിറ്റി ആയിരിക്കും നമുക്കുണ്ടായിരിക്കുക. എന്നാൽ വിശ്വാസി വളർന്ന്, സ്നേഹത്തിൽ വളർന്ന്, ശക്തി പ്രാപിച്ച്, പക്വത പ്രാപിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഹൃദയം സ്നേഹാഗ്നിയോട് ജ്വലിച്ച് നമ്മുടെ ആഗ്രഹം ഇതായിരിക്കും: എനിക്ക് എൻ്റെ യേശുവിനോട് താതാത്മ്യപ്പെട്ട് അവനെ പോലെ പീഡ സഹിച്ച് അവന് വേണ്ടി രക്തം ചിന്തി മരിക്കണം എന്നുള്ളൊരു ആഗ്രഹമായിരിക്കും തിളച്ചു നിൽക്കുക. ഈ ഒരു ആഗ്രഹം അദ്ദേഹത്തിൻ്റെ ലെറ്ററുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ റോമിൽ എത്തുന്നതിന് മുമ്പ് അദ്ദേഹം അവിടെയുള്ള വിശ്വാസികൾക്ക് എഴുതുന്നത് ഇങ്ങനെയാണ്: റോമിൽ സർക്കാരിൻ്റെ പക്കൽ സ്വാധീനമുള്ള ആരും തനിക്ക് വേണ്ടി ന്യായവാദം നടത്തി രക്തസാക്ഷ്യത്തിൽ നിന്ന് മാറ്റാൻ യാതൊന്നും ചെയ്യരുതെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ദൈവസന്നിധിയിൽ ഉദിക്കാനായി ഈ ലോകത്തിൽ അസ്തമിക്കാൻ എന്നെ അനുവദിക്കുക. ഇതായിരുന്നു അന്ത്യോക്യയിലെ വിശുദ്ധ ഇഗ്നേഷ്യസ് റോമക്കാരോട് പറഞ്ഞിരുന്നത്. അദ്ദേഹം റോമക്കാർക്കുള്ള ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 1-2 വരെ വാക്യങ്ങളിൽ അദ്ദേഹം ഇങ്ങനെ വീണ്ടും എഴുതുന്നത് നമുക്ക് കാണാൻ സാധിക്കും: എൻ്റെ സഹോദരരെ, എന്നോട് ക്ഷമിക്കുവിൻ. ജീവനിലേക്കുള്ള എൻ്റെ പ്രയാണത്തിൽ നിങ്ങൾ വിഘാതമായി നിൽക്കരുത്. ദൈവത്തിൻ്റെതാകുവാൻ ആഗ്രഹിക്കുന്നവനെ ലോകത്തിന് തിരികെ കൊടുക്കരുത്. ഭൗമിക വസ്തുക്കളാൽ എന്നെ വഞ്ചിക്കരുത്. ഞാൻ പ്രഭാപൂരത്തിലേക്ക് പ്രവേശിക്കട്ടെ. അവിടെ പ്രവേശിച്ചു കഴിയുമ്പോൾ ഞാൻ പൂർണ്ണ മനുഷ്യനായി മാറും. എൻ്റെ ദൈവത്തിൻ്റെ പീഡാനുഭവം ഞാൻ അനുകരിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ വെമ്പൽ കണ്ടോ? എന്നെ രക്ഷിക്ക്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്ക്, എനിക്ക് ദോഷമൊന്നും വരാതിരിക്കാൻ വേണ്ടി കർത്താവിനോട് ശക്തമായി അപേക്ഷിക്ക്. ഇങ്ങനത്തെ ഒരു ചിന്ത ആ ഹൃദയത്തിലേക്കേ വരുന്നില്ല. പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, മറ്റൊരു കത്തിൽ വിശുദ്ധ ഇഗ്നേഷ്യസ് ഇങ്ങനെ രേഖപ്പെടുത്തുന്നത് വായിച്ചിട്ടുണ്ട്: ഞാനൊരു തടവുകാരനായതുകൊണ്ടും മാലാഖമാരുടെ നിരകൾ, ശക്തന്മാരുടെ സമൂഹങ്ങൾ, ദൃശ്യാദൃശ്യ വസ്തുക്കൾ തുടങ്ങിയ സ്വർഗീയ രഹസ്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയുന്നത് കൊണ്ടും ഞാനൊരു യഥാർത്ഥ ശിഷ്യനാണെന്ന് ഇപ്പോഴും നടിക്കുന്നില്ല. ദൈവത്തെ പ്രാപിപ്പാൻ നാം നിരവധി സംഗതികൾ ഉപേക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ വിശുദ്ധ ഇഗ്നേഷ്യസ് പറയുകയാണ്, ഒരുപാട് അത്ഭുതങ്ങൾ, ഒരുപാട് സ്വർഗീയ സാന്നിധ്യങ്ങൾ, ഇവയൊക്കെ അനുഭവിക്കുന്നത് അല്ല ഒരു യഥാർത്ഥ ശിഷ്യൻ്റെ ഹാർട്ട്, തനിമ. രക്തത്തിന് പകരം രക്തം, എനിക്ക് വേണ്ടി രക്തം ചിന്തിയ എൻ്റെ യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി, ആ വിശ്വാസത്തെ പ്രതി എൻ്റെ രക്തം ചിന്തണം. ഇതാണ് ഒരു ശിഷ്യൻ്റെ തനിമ. ഇതാർന്നു യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ്റെ വിശ്വാസ വളർച്ച. പ്രൈസ് ദി ലോർഡ്. വീണ്ടും മറ്റൊരു കത്തിൽ വിശുദ്ധ ഇഗ്നേഷ്യസ് ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. തൻ്റെ മിസ്റ്റിക്കൽ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം റോമായിലുള്ള വിശ്വാസികളോട് പറയുകയാണ്: ഞാൻ ദൈവത്തിൻ്റെ ഗോതമ്പാണ്. ക്രിസ്തുവിന് പാവനമായ അപ്പം ഉണ്ടാക്കാൻ ഞാൻ വന്യമൃഗങ്ങളുടെ പല്ലുകളാൽ പൊടിക്കപ്പെടട്ടെ. വന്യമൃഗങ്ങൾ എൻ്റെ കല്ലറയാകുവാനും എൻ്റെ ശരീരത്തിൻ്റെ ഒരു തരി പോലും അവശേഷിപ്പിക്കപ്പെടാതിരിക്കാനും ഞാൻ അവയോട് കെഞ്ചി യാചിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതുവഴി ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ യാഗമാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുവീൻ. ഒരു തടവുകാരനായിരിക്കുമ്പോൾ തന്നെ എൻ്റെ അഭിലാഷങ്ങൾ പരിത്യജിക്കാൻ ഞാൻ പഠിക്കുകയാണ്. നോക്ക്, വിശുദ്ധ ഇഗ്നേഷ്യത്തിൻ്റെ ഹൃദയത്തിൽ അദ്ദേഹത്തെ കൊളോസിയത്തിൽ സിംഹങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കുമ്പോൾ
അദ്ദേഹം ആഗ്രഹിക്കുന്നത് ആ ഒരു അത്ഭുതം ഉണ്ടായി സിംഹങ്ങൾ കടിക്കാതെ അവ വന്ന് ആട്ടിൻകുട്ടികളെ പോലെ നിൽക്കണം എന്നുള്ളതല്ല അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അദ്ദേഹം പറയണത് ആ സിംഹങ്ങൾ എന്നെ വന്ന് കടിക്കട്ടെ, അവ എന്നെ പിച്ചി ചിന്തട്ടെ, അവയുടെ ദംശകൾ ഞാൻ പൊടിയട്ടെ, അങ്ങനെ ഞാൻ കർത്താവിൻ്റെ അപ്പമാകാൻ ഒരു ഗോതമ്പായി പൊടിയുന്നത് പോലെ പൊടിയാൻ ഇതാ ഞാൻ എന്നെ വിട്ടുതരുന്നു എന്ന് അദ്ദേഹം വീരോചിതമായി പ്രഖ്യാപിക്കുകയാണ്. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഒരു വിശ്വാസി എന്നതിൽ നമ്മുടെ ആഗ്രഹം എന്ത്? യേശുവിൻ്റെ ശിഷ്യൻ എന്ന നിലയിലേക്ക് കൃപ കിട്ടിയ ഈ ക്രിസ്തു ശിഷ്യൻ്റെ ആഗ്രഹം എന്ത്? വീണ്ടും മറ്റൊരു കത്തിൽ അദ്ദേഹം ഇങ്ങനെ രേഖപ്പെടുത്തുന്നത് എന്നെ അതിശയിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, യേശുവിലേക്കുള്ള എൻ്റെ പാത ഒരുക്കപ്പെടുമ്പോൾ ദൃശ്യാദൃശ്യങ്ങളായി ഒന്നും എന്നെ വശീകരിക്കരുത്. അഗ്നിയോ കുരിശോ വന്യമൃഗങ്ങളോടുള്ള മല്ലിടലോ അസ്ഥികൾ തകർക്കപ്പെടലോ അവയവങ്ങളുടെ പിച്ച് ചീന്തലോ ശരീരം മുഴുവൻ തകർക്കപ്പെടലോ പിശാചിന്റെ ക്രൂരമായ പീഡനങ്ങളോ എന്തും വരട്ടെ, എനിക്ക് യേശു മിശിഹായെ പ്രാപിച്ചാൽ മതി. എനിക്ക് യേശു മിശിഹ മതി. എനിക്ക് യേശു മിശിഹായ്ക്കൊണ്ട് രക്തം ചിന്തണം. ഈ ഒരു സ്നേഹാഗ്നി ഹൃദയത്തെ ജ്വലിക്കുകയാണ്. സ്നേഹത്തിന് പകരം സ്നേഹം, രക്തത്തിന് പകരം രക്തം. മറ്റൊരു കത്തിൽ അദ്ദേഹം വീണ്ടും വിശ്വാസികൾ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് പറയുന്നത്? ജീവിച്ചിരിക്കുന്നെങ്കിലും മരിക്കാനുള്ള അടങ്ങാത്ത അഭിവാഞ്ചയോടെയാണ് ഞാനിത് എഴുതുന്നത്. എൻ്റെ ആഗ്രഹങ്ങൾ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഭൗതിക വസ്തുക്കളോട് യാതൊരു പ്രതിപത്തിയും എനിക്കില്ല. പിതാവിലേക്ക് വരിക എന്ന് എന്നോട് നിരന്തരം സംസാരിക്കുന്ന ഒരു സജീവ ജലം എൻ്റെ ഉള്ളിലുണ്ട്. ഹല്ലേലൂയ. പിതാവിലേക്ക് വരിക എന്ന് എന്നോട് നിരന്തരം മൊഴിയുന്ന ഒരു സജീവ ജലം, അതാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലിരുന്ന് അദ്ദേഹത്തിനെ ശക്തിപ്പെടുത്തുകയാണ്. രക്തസാക്ഷിത്വത്തിന് വേണ്ടി പരിശുദ്ധാത്മാവ് ബലം പകരുകയാണ്. പരിശുദ്ധാത്മാവ് രക്തസാക്ഷിത്വത്തിലേക്ക് ബലപ്പെടുത്തുന്ന ആത്മാവാണ്. എന്ന് വെച്ചാൽ പറഞ്ഞേ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വിശ്വാസത്തിന് സാക്ഷി നൽകാൻ, വീരോചിതമായി സാക്ഷി നൽകാൻ പൗരുഷം പകരുന്ന ആത്മാവാണ്, ധൈര്യം പകരുന്ന ആത്മാവാണ്, ബലം പകരുന്ന ആത്മാവാണ്. ഹല്ലേലൂയ. ആത്മാവാണ് ക്ഷണിക്കുന്നത്, വരിക രക്തസാക്ഷിത്വത്തിലേക്ക് വരിക. തുടർന്ന് മറ്റൊരു കത്തിൽ അദ്ദേഹത്തിന് ജീവൻ അർപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവിശ്വാസികൾക്ക് തടങ്കൽ പറയും, നമുക്ക് രക്ഷയും നിത്യജീവനുമായ കുരിശിന് വേണ്ടി എൻ്റെ ജീവശ്വാസം ഞാനിതാ വെക്കുന്നു. യേശുവിന് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിൽ ആവേശം കൊള്ളുന്ന യേശുവിൻ്റെ ഒരു പ്രിയ ശിഷ്യൻ. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അദ്ദേഹത്തെ റോമൻ ചക്രവർത്തി കൊളോസിസിലെ വിശന്നു പൊരിഞ്ഞ സിംഹങ്ങളുടെ ഇടയിലേക്ക് എറിഞ്ഞു കൊടുത്തു. ആ സിംഹങ്ങളുടെ ദംശകൾക്ക് പിച്ച് ചിന്തപ്പെട്ട് ദൈവത്തിൻ്റെ ഒരു ഗോതമ്പപ്പമാകാൻ അദ്ദേഹം അവിടെ അരയ്ക്കപ്പെട്ടു, ജീവൻ അർപ്പിക്കപ്പെട്ടു. അദ്ദേഹം രക്തം ചിന്തി. ആ കൊളോസ്യത്തിൽ സിംഹങ്ങളുടെ ദംശകൾക്കിടയിൽ അദ്ദേഹം തൻ്റെ ജീവശ്വാസം കർത്താവിന് വേണ്ടി അർപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷം നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ ഹൃദയം യേശുവിന്റെ കുരിശിൻ ചുവട്ടിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നമുക്ക് രണ്ട് കരങ്ങൾ ഉയർത്തി ജീവിതം യേശുവിന് സമർപ്പിച്ചുകൊണ്ട് കർത്താവിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി ആഗ്രഹിക്കാം. ഹെബ്രായ ലേഖനം 13-ാം അധ്യായം 13-ാം തിരുലിഖിതം, അവന് വേണ്ടി അപമാനം സഹിച്ചുകൊണ്ട് നമുക്കും പാളയത്തിന് പുറത്തിറങ്ങി അവന്റെ അടുക്കലേക്ക് പോകാം. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. വലിയ ആഗ്രഹത്തോടെ യേശുവിനെ വേണം മാത്രം നൽക, ബാക്കിയെല്ലാം സ്തുതിക്കുന്നു. എന്റെ പുറകിൽ ഞാൻ ലോകത്തെ ഉപേക്ഷിച്ച് പുറകിലേക്ക് തള്ളി യേശുവിനെ മുന്നിൽ കണ്ട് യാത്ര ചെയ്യാൻ ഇതാ ഞാൻ സമർപ്പിക്കുന്നു. എന്റെ പിന്നിൽ ലോകമാണ്, എന്റെ മുൻപിൽ
അല്പവും തീരുമാനം ചെയ്തുമേ പിന്നിലേക്ക് അല്പവും പിന്നിലേക്ക് അല്പവും. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഹെബ്രായ ലേഖനം 13:13 അവന് വേണ്ടി അവമാനം സഹിച്ചുകൊണ്ട് പാളയത്തിന് പുറത്തിറങ്ങി അവന്റെ അടുക്കലേക്ക് നമുക്കും പോകാം. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദിവ്യകാരുണ്യനാഥനായ യേശുവിന് മുമ്പിൽ മുട്ടുമേൽ നിന്ന് രണ്ട് കരങ്ങൾ കൂപ്പി, യേശുവേ സഹനത്തിൻ്റെ അർത്ഥം എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് എളിമപ്പെട്ട് ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. സഹനത്തിൻ വേളകളിലെല്ലാം യേശുവേ നിശബ്ദനായി ഞാൻ കരഞ്ഞു. നാഥ, ആ നേരമീ സോനാഥൻ സാന്ത്വന വചനങ്ങൾ മൊഴിഞ്ഞു. ഇന്നത്തെ സഹനങ്ങളില്ല, നാളെ നീ മഹത്വമായി മാറും. ഇന്നത്തെ വേദന ഇല്ല, നാളെ നീ ആനന്ദമാകും. രണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ യേശുവിനെ വിളിക്കാം. യേശുവേ, 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 യേശുവേ. ജീവനേകും ആത്മാവേ, പുതുജീവിതമേകും ആത്മാവേ, തീയായി മാ